السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك ونبيك محمد صلى الله عليه وسلم كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. ബഹുമാന്യരായ ഈ സദസ്സ് സാഗൂതം ശ്രവിക്കാൻ കാത്തിരിക്കുന്ന ഹക്കീം ഉസ്താദ് അവറുകളെ, ആദരണീയരായ ഹുസൈൻ ഹാജി അവറുകളെ, എനിക്ക് മുമ്പേ വിജ്ഞാനപ്രദമായ വാക്കുകളിലൂടെ ഈ സദസ്സിനെ ധന്യമാക്കിയ അഭിവന്ദരായ സുഹൃത്ത് ഡോക്ടർ റഫീഖ് അബ്ദുൽ ബർ അൽ അസ്ഹരി അവറുകളെ, ബഹുമാന്യരായ ഡോക്ടർ മുഹമ്മദ് അലി വാഫി ചെമ്പുലങ്ങാട് അവറുകളെ, പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നന്മ നിറഞ്ഞ മനസ്സുമായിട്ട് ഈ പിയാങ്ക ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സർവോപരി സത്യവിശ്വാസികളെ, ഒരു അറിയിപ്പ് നൽകാനുള്ളത്, അസർ നമസ്കാരം ജമാഅത്തായിട്ട് ഈ കമ്പൗണ്ടിൽ തന്നെയുള്ള പ്രയർ ഹാളിൽ തുടരെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അവനവൻ്റെ ഊഴത്തെക്കുറിച്ച് അവനവൻ ബോധവാനാകേണ്ടതാകുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. സമയം ക്രമീകരിക്കുന്നതിന് വേണ്ടിയാണ് സംഘാടകർ അങ്ങനെ ഒരു ക്രമീകരണം വരുത്തിയിട്ടുള്ളത്. അള്ളാഹു നമ്മുടെ അമലുകളെല്ലാം സ്വീകരിക്കട്ടെ. നമ്മൾ ഇന്ന് സമ്മേളിച്ചതും അള്ളാഹു വലിയ ഒരു സുഹൃതമായി ഇബാദത്തായി നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇന്ന മഅൽ ഉസ്രി യുസ്ര എന്ന ശീർഷകമാണ് ഈ വിനീതൻ്റെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. ഒരു പ്രഭാഷണം ആവശ്യമില്ലാത്ത വിധം സുവ്യക്തമായ സൂക്തമാണ്. അതിൻ്റെ പൊരുളുകൾ എല്ലാവർക്കും അറിയുന്നതാണ്. അതിൻ്റെ വ്യാഖ്യാനങ്ങൾ അതിരുകളില്ലാത്തതാണ് എന്ന് ബോധ്യമുള്ളവരുമാണ് എൻ്റെ മുമ്പിലിരിക്കുന്നവർ. പ്രതിസന്ധികളുടെ കനൽപദങ്ങൾക്കൊടുവിലാണ് അള്ളാഹു വിജയങ്ങളുടെ സ്വർഗങ്ങൾ പണിതു വെച്ചിട്ടുള്ളത് എന്ന വലിയ ഒരു സന്ദേശമാണ് ഈ വാക്കിലൂടെ മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കാറുള്ളത്. വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നുണ്ട്, വയുരീകുമുൽ ബർഖ ഖൗഫൻ വതമഅൻ. സൂറത്തുർ റഅദിലാണ്. മിന്ന്, ഇടിമിന്നലുകൾ കാണുന്ന സമയത്ത് മനുഷ്യനുണ്ടാകുന്ന മനോവ്യാപാരത്തെക്കുറിച്ചിട്ട് അള്ളാഹുവിൻ്റെ ഖുർആൻ സൂചിപ്പിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് മിന്ന് കാണിച്ചു തരുന്നു. ഖൗഫൻ വതമഅൻ. അത് പേടിയുടെ, പ്രതിസന്ധിയുടെ ഒന്നായിട്ട് നമുക്ക് തോന്നുന്നുവെങ്കിലും വതമഅൻ അത് പ്രതീക്ഷയുമാണ്. പ്രതിസന്ധികൾ പ്രതീക്ഷയുടെ അവധൂത് പോലെയാണ് വിശുദ്ധ ഖുർആൻ ചില സന്ദർഭങ്ങളിൽ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ച് തന്നെ മൊത്തത്തിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു വാക്യം, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. മനുഷ്യന്റെ ജീവിതത്തെ, നിർമ്മാണാത്മകമായ അവസ്ഥയെ സംവിധാനിച്ചു വച്ചിരിക്കുന്നത് കബദിലാണ്, പ്രതിസന്ധികളിലാണ്, പ്രയാസങ്ങളിലാണ്, വല്യടങ്ങാറിലാണ്. അതൊരു ഉസ്താദ് പറഞ്ഞെന്നർത്ഥമാണ്, ഹക്കീം ഉസ്താദ് പറഞ്ഞെന്നർത്ഥമാണ്. വല്യടങ്ങാറിലാണ് മനുഷ്യനെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഖലഖൽ ഇൻസാന എന്ന് പറഞ്ഞത് എങ്ങനെയാണ് നടന്നിട്ടുള്ളത് നമുക്കറിയാം. ഖലഖുൽ ഇൻസാൻ എങ്ങനെയാണ് നടന്നിട്ടുള്ളത് വേറെ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ് എന്ന് പറയുമ്പോൾ അള്ളാഹ്ക്ക് മനുഷ്യനുണ്ടാക്കാൻ പണിയായിരുന്നു എന്നല്ലല്ലോ പറഞ്ഞതിൻ്റെ അർത്ഥം. മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസ്ഥ അത് പുഷ്കലമായി നിൽക്കുന്നത്, പുഷ്പിക്കുന്നത്, പുരോഗതി പ്രാപിക്കുന്നത് ഒരുപാട് പ്രതിസന്ധികളുടെ അകമ്പടിയോടുകൂടിയാണ് എന്ന ഒരു രീതിയിലാണ്. അത് ചെറുപ്പം മുതലേ മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഭൂമുഖത്ത് മറ്റു ജീവജാലങ്ങൾക്കൊക്കെയും അതിൻ്റെതായ ഒരു കഴിവുകൾ പ്രദാനം ചെയ്തിട്ടുണ്ട് ജന്മം മുതൽക്ക് തന്നെ. പൂച്ചക്കുട്ടിയുടെ കാര്യം പോലും നമുക്കറിയാം. കണ്ണ് കയറിയിട്ടില്ലെങ്കിലും അകിട് കണ്ടെത്താനുള്ള ഒരു വിവേകം അതിന് അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നു. അത് അവ്വിധം ജീവിക്കുന്നു. ഓരോ ജീവികൾക്കും അതിൻ്റെതായ സൗഖ്യങ്ങളുണ്ട്. പക്ഷേ മനുഷ്യൻ മാത്രം ദുർബലനായി, ഒന്ന് കരയാൻ മാത്രം അറിയാം,
മലർന്നു കടന്ന് മനുഷ്യൻ കരയുന്ന സമയത്ത് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ വ്യാഖ്യാനമായിട്ട് നമുക്ക് തോന്നുന്നത് ഞാൻ അബുദാണ്, എന്നെ കൊണ്ട് കേൾപ്പില്ല, നീ തന്നെയാണ് നാഥ സമദ് എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിലാണ്. ഉമ്മ അമ്മിഞ്ഞ പാല് കൊടുക്കാൻ വാരിയെടുത്ത് കോരിയെടുത്ത് ചേർത്ത് വെച്ചെങ്കിൽ മാത്രം അതിന് സാധിക്കുന്ന, കിടന്ന് തിരിയാൻ പോലും സാധിക്കാത്ത, കണ്ണൊന്നിടത്തോട്ടും വലത്തോട്ടും ചലിപ്പിക്കാൻ പോലും കേൾപ്പില്ലാതെ മനുഷ്യൻ ഇങ്ങനെ ഒരു സ്തംഭനാവസ്ഥയിൽ ഭൂമുഖത്തേക്ക് വരുന്നു എന്നതാണ് ഒരു വാസ്തവം. മെല്ലെ 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 ഓരോരോ ചുവടുകൾ വെച്ച് അവൻ വീണിട്ട് നടന്നു പഠിക്കുന്ന പോലെ തന്നെ ജീവിതത്തെ മുഴുവൻ അവൻ നിർമ്മിച്ചെടുക്കാൻ പോകുന്നത് ഓരോ തരത്തിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് എന്ന ഒരു വസ്തുത, അത് നമ്മുടെ മുമ്പിലുള്ള വിശദീകരണങ്ങൾ ആവശ്യമില്ലാത്ത ഒരു പാഠമാണ്. മനുഷ്യൻ അവന്റെ അധ്വാനത്തിന്റെ ഫലമായിട്ട് ജയിച്ചടക്കിയ വലിയ ഉന്നത സ്ഥാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ചന്ദ്രബിംബം പോലും കടന്നു വരുന്നുവെന്ന് നമുക്കറിയാം. ചന്ദ്രനിൽ മനുഷ്യൻ പാദമൂന്നിയിട്ട് ഭൂമുഖത്തേക്ക് നോക്കിയപ്പോൾ ആദ്യം അവന് കാണാൻ സാധിച്ച മനുഷ്യനിർമ്മിതമായ വസ്തു ചൈനയിലെ വൻമതിലാണ് എന്ന് പറയപ്പെടുന്നു. ഒരു പക്ഷേ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുരായാനത്തിന്റെ പ്രതീകമെന്ന് പറയാൻ പറ്റുന്ന ഈ ചന്ദ്രബിംബത്തിലെ കാൽപാദം മൂന്നുന്ന ആ മുഹൂർത്തത്തെ നമ്മളിപ്പോൾ ഓർക്കുമ്പോൾ അവിടെ നിന്ന് ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് ചൈനയിലെ വൻമതിലാണെങ്കിൽ അത് രണ്ടും കൂടി കൂട്ടി വായിക്കാൻ തോന്നിപ്പോവുകയാണ്. ഔന്നിത്യങ്ങൾ ഏറെ താണ്ടിയപ്പോ അവന്റെ പിന്നിട്ട യാത്രകളെ കുറിച്ച് പരിശോധിച്ചപ്പോ അവൻ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളുടെ പ്രതിരൂപമായിട്ട് ഈ ചൈന മതിലിനെ കാണുന്നു. അതൊരു വലിയ വ്യാഖ്യാനമാണ്. മനുഷ്യന് താണ്ടാനുള്ള ഉയരങ്ങൾ ചൈന മതിൽ പോലുള്ള പ്രതിസന്ധികളെ മറികടന്നു വേണമെന്ന വലിയ വ്യാഖ്യാനം. ആ പ്രതിസന്ധി തരണം ചെയ്യാനുള്ള മനുഷ്യന്റെ പോരാട്ടത്തിന്റെ ഒടുവിൽ ഈ ജീവിതം തീർന്നു പോകുന്നു. അത് അന്ത്യനിമിഷം വരെ നീണ്ടുപോവുകയും ചെയ്യുന്നു. ആകെ വേണ്ടതെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിരസിൽ കൈവച്ചുകൊണ്ട് ഒരു വലിയ മന്ത്രോച്ചാരണം പോലെ പറഞ്ഞിട്ടുള്ളൊരു വാക്കാണ് ഫഅലം, മോനെ, കുഞ്ഞുമോനെ, നീ അറിയുക, അന്നൻ നസ്ര, വിജയമെന്ന് പറയുന്നത്, അന്നൻ നസ്ര മഅസ് സബ്ർ, ക്ഷമിച്ചേ പറ്റൂ. ജയം കൈവശപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ക്ഷമ കൈമുതലായി ഉണ്ടായേ പറ്റൂ. ക്ഷമിച്ച് മനുഷ്യൻ അധ്വാനിക്കുമ്പോൾ നേടിയെടുക്കേണ്ടുന്ന ഒന്നാണ് വിജയമെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിരസിൽ കൈവച്ചുകൊണ്ട്. വഅന്നൽ ഫറജ, ആശ്വാസം, സമാശ്വാസം, നിവൃത്തി, മോചനം, പ്രതിസന്ധികളുടെ അവസാനം എന്ന് പറയുന്നത് മഅൽ കർബ്, അത് പ്രതിസന്ധികളുടെ കൂടെ തന്നെ ഉണ്ടാകുന്നതാണ്. വെറുതെ നിന്നപ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേന്ന് കരുതിയിട്ട് പറയുന്നതല്ലോ. അന്ന് അവർക്കും ഇന്ന് നമുക്കും വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു വെച്ചു. പിന്നെ ശേഷം കൂട്ടിച്ചേർത്ത് പറഞ്ഞു ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ. അത് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കരിയറിന്റെ കാര്യത്തിൽ, നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ, നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൽ, എല്ലാ കുടുംബ ജീവിതത്തിൽ, എല്ലാ മേഖലകളിലേക്കും തുന്നിച്ചേർത്ത് വെക്കേണ്ടുന്ന ഒന്നാണ് പ്രതിസന്ധി. അത് കൂടപ്പിറപ്പാണ്. സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ഇതൊരു നെഗറ്റീവ് കമന്റ് അല്ലല്ലോ. ജീവിതത്തെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി അഭിമുഖീകരിക്കാൻ അനുയായികളെ പാകപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെച്ച വാക്കാണത്. അതിനെ ഉൾക്കൊള്ളാൻ മനസ്സുണ്ടാവുക എന്നതാണ് ആദ്യം നമുക്കുണ്ടാകേണ്ടത്. ആ മനസ്സുണ്ടായി കഴിഞ്ഞാലോ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിക്കും നമ്മെ തറപറ്റിക്കാൻ സാധിക്കില്ല എന്നതും ഒരു വസ്തുതയാണ്. ഇംഗ്ലീഷുകാർ പറയുന്ന ഒരു വാക്കുണ്ട്, an ocean can never sink a ship unless it gets inside the ship. കപ്പലിനെ മുക്കാനാവില്ല. കടൽ ജലത്തിനകത്തു കയറാൻ കപ്പൽ സമ്മതിക്കാത്തിടത്തോളം കാലം കടൽ വലിയ പ്രതിസന്ധിയാണ് ഒരു കപ്പലിനെ സംബന്ധിച്ചിടത്തോളം. കാരണം അതിൽ മുങ്ങിപ്പോകും. അത്ഭുതമായിട്ട് കടലിന്റെ മീതെ കപ്പൽ ഉയർന്നു കിടക്കുന്നത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ ഒരു അത്ഭുത വിലാസമായിട്ട് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ആയിരക്കണക്കിന് കപ്പലുകളെ മുക്കാനുള്ള ആഴമുണ്ട് ഈ ആഴിക്ക് എന്നിരിക്കെ തന്നെ കപ്പലുകൾ മുങ്ങാത്തതിന്റെ അതിനെയാണ് ഇംഗ്ലീഷുകാരൻ മനോഹരമായി പറഞ്ഞിട്ടുള്ളത്. കപ്പൽ എന്ന മഹത്തായ പ്രതിസന്ധിയെ, പരന്നു കിടക്കുന്ന പ്രതിസന്ധിയെ, ചുഴിയുള്ള പ്രതിസന്ധിയെ, മലകൾ പോലെ അലമാലകൾ ഉയരുന്ന പ്രതിസന്ധിയെ, ആ പ്രതിസന്ധിയെ തന്റെ അക്കരെ പറ്റാനുള്ള വഴിയായിട്ട് ഉപയോഗിക്കാൻ കപ്പൽ ഉപയോഗിക്കുന്നു, കപ്പിത്താൻ ഉപയോഗിക്കുന്നു. എന്തേ കാര്യം? ഈ പ്രതിസന്ധി അകത്തു കയറാൻ അനുവദിച്ചില്ല എന്നതാണ്. മനുഷ്യന്റെ മുമ്പിൽ വരുന്ന പ്രതിസന്ധികളെ അകത്തു കയറാൻ ഇനിയിപ്പോ എന്താ ഞാൻ കാട്ടുക, കയ്യും കാലും കുഴഞ്ഞിട്ട് വെച്ചല്ലോ, ആ ഒരു സമീപനമാണ് മനുഷ്യനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു പ്രധാന ഘടകം. മനോഗതി മാറ്റിമറിക്കുക എന്നതാണ് പരിഹാരം.
തന്റെ പ്രതിസന്ധിയായി വരുന്ന ഈ പാരാവാരത്തെ, ഈ കടലിനെ തനിക്ക് സഞ്ചരിക്കാനുള്ള സഞ്ചാര പഥമാക്കി മാറ്റാൻ, അതാണ് കനൽ പദങ്ങൾക്കൊടുവിലാണ് വിജയം എന്ന് പറയുന്നത്, മഅൽ ഉസ്രി യുസ്ര എന്ന് പറയുന്നത്. അതിന് നമുക്ക് സാധിക്കണം. ഓഷോയോട് ഒരാൾ ചോദിച്ചു, യാത്ര ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് കുറുകെ പായുന്ന കറുത്ത പൂച്ച ഒരു പ്രതിസന്ധിയല്ലേ എന്ന്. അങ്ങനെ ഒരു വിശ്വാസം ചില ആളുകൾക്കുണ്ടല്ലോ, യാത്രക്ക് ഇറങ്ങുമ്പോൾ പൂച്ച കുറുകെ പാഞ്ഞാൽ പിന്നെ ആ ഒരു ലക്ഷണക്കേടാണെന്നല്ലേ. ഇങ്ങനെ ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട കുഞ്ഞാമുസ്താദ് അവറുകൾ വരുന്നു. സ്വാഗതം. ഓഷോനോട് അങ്ങനെ ചോദിച്ചപ്പോ, ഓഷോനോട് ചോദിച്ച ചോദ്യതാണ്, അത് അങ്ങനെ വിശ്വസിക്കാമോ എന്താണെന്ന്. ഓഷോ അതിന് പറഞ്ഞ മറുപടി, കുറുകെ പായുന്ന പൂച്ച പ്രതിസന്ധിയാണോ എന്ന് ചോദിച്ചാൽ അത് നീ എലിയാണോ അതോ പുലിയാണോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് അതിന്റെ ഉത്തരം. നമ്മുടെ മുമ്പിൽ വരുന്ന പൂച്ച അത് പ്രതിസന്ധിയാവണമെങ്കിൽ ഒന്നുകിൽ നാം എലിയാവണം, അല്ല അത് പരിഹാരമാവണമെങ്കിൽ നാം പുലിയാണ്. പുലിയെ സംബന്ധിച്ചിടത്തോളം പൂച്ച ഭക്ഷണമാണ്. കപ്പലിനെ സംബന്ധിച്ചിടത്തോളം വെള്ളം യാത്രാ മാധ്യമമാണ് എന്ന് പറഞ്ഞ പോലെ ആ പ്രതിസന്ധികൾ എന്ന് കേൾക്കുമ്പോൾ പ്രയാസപ്പെടേണ്ടവരോ അല്ല നമ്മള്. അങ്ങനെയല്ല നമ്മള്. 313 ബദർ യുദ്ധ രണാങ്കണത്തെ കുറിച്ച് നമുക്കറിയാം. ഇവിടെ എന്റെ മുമ്പും അത് പറയപ്പെടുകയുണ്ടായി. ആ 313 പിന്നെ 10,000-ങ്ങളായിട്ട് ഉയരുന്നുണ്ട്. നമ്മുടെ സൈന്യം 10,000-ങ്ങളായിട്ട് ഉയരുമ്പോ അപ്പോ മറുപക്ഷത്ത് പ്രതിപക്ഷത്ത് ലക്ഷങ്ങളും ഉണ്ടായിട്ടുണ്ട് യുദ്ധത്തിന് യോദ്ധാക്കളായിട്ട്. നമ്മളെ പ്രതിസന്ധി അപ്പോഴും വലുതായിരുന്നു. നമ്മൾ വലുതാകുമ്പോ നമ്മളെ പ്രതിസന്ധിയും വലുതായിട്ടേ ഉള്ളൂ. ഓരോരുത്തർക്കും താങ്ങാൻ പറ്റുന്ന ലോഡ് കൊടുക്കുക എന്നുള്ളത് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, അതും അള്ളാഹുവിന്റെ ഒരു രീതിയാണ്. എന്നെ സമീപിക്കുന്നത് എനിക്ക് താങ്ങാൻ പറ്റുന്നതായിരിക്കും. നമ്മെ തേടി വരുന്ന അവസരങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതായിരിക്കും. പേടിച്ച് പിന്മാറാതിരിക്കുന്നു എന്നതാണ് നോട്ടം. ഇവിടെ നമ്മൾ ഫലസ്തീനികളെ കുറിച്ച് വിലപിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് സങ്കടമുണ്ട്, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഖുദ്സിന്റെ മോചനത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. ദി എൻഡ് ഓഫ് ഹിസ്റ്ററി എന്ന പേരിൽ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ചരിത്രം തീർന്നു, ഇനി മുതലാളിത്ത മേലാളന്മാരെ സൃഷ്ടിക്കുന്നതേ ഉള്ളൂ എന്ന രീതിയിൽ ലോകത്തെ പറ്റിക്കാൻ വഞ്ചിക്കാൻ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളും കൃതികളും ഉണ്ടായിട്ടുണ്ട്. ഒരു മുസൽമാന്റെ മുമ്പിൽ ചരിത്രം അവസാനിക്കുന്നില്ല. എന്നാണോ ഖുദ്സിന്റെ മോചനം, അത് കാത്തിരിക്കുന്നവരാണ്. മഹദി ഇമാമിന്റെ വരവ്, അത് കാത്തിരിക്കുന്നവരാണ്. ഈസാ പ്രവാചകന്റെ വരവ്, അത് കാത്തിരിക്കുന്നവരാണ്. ലോകം മൊത്തം മുസ്ലിം പ്രളയമായി തീരുന്ന ഒരു സന്ദർഭത്തെ ആഘോഷപൂർവ്വം ആവേശപൂർവ്വം പ്രതീക്ഷിക്കുന്നവരാണ്. ഈ പ്രതിസന്ധിയുടെ മുമ്പിൽ തരണം ചെയ്യാനുള്ള എല്ലാ കെൽപ്പും എല്ലാ ശേഷിയും എല്ലാ മന്ത്രോച്ചാരണങ്ങളും പഠിപ്പിച്ചിട്ട് പുണ്യപ്രവാചകർ പടിയിറങ്ങി പോയിട്ടുള്ളൂ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈയിടെ ഒരു സർവേ റിപ്പോർട്ട് വന്നപ്പോ ഫലസ്തീനിലെ പെണ്ണുങ്ങളും ആണുങ്ങളുമായ കുടുംബനാഥന്മാർ ആഗ്രഹിക്കുന്നത്, ഭാര്യ ഭർത്താക്കന്മാർ ആഗ്രഹിക്കുന്നത് അവർക്ക് ചുരുങ്ങിയത് 7 കുട്ടികളെങ്കിലും ഉണ്ടാവണം എന്നുള്ളതാണ്. 7 ആൺകുട്ടികൾ. എന്തിനാണ് അത്ര? 3 എണ്ണം മറു രാജ്യങ്ങളിൽ പോയി അധ്വാനിക്കാൻ. അതെന്തിന്? പരമ്പരകൾ കാത്തു സൂക്ഷിക്കാൻ. അവർ സുരക്ഷിതരായിട്ട് നിലകൊള്ളണം. 3 എണ്ണം ഷഹീദാവാൻ. 1 മാതാപിതാക്കളുടെ കൂടെ നിൽക്കാൻ. നമ്മൾ അവരെ കുറിച്ച് ബേജാറാകുന്ന രീതിയിലല്ല അവരെ കുറിച്ച് വിചാരിക്കണമെന്നെങ്കിലും നമ്മൾ വിചാരിച്ചു വെക്കേണ്ടതുണ്ട്. ചീറി വരുന്ന ബോംബുകളെയും വെടിയുണ്ടകളെയും പ്രതീക്ഷിച്ചുകൊണ്ട് അതിനെ പൂമാലയായി അണിയാനുള്ള മനസ്സുമായിട്ടാണ് അവിടുത്തെ കൊച്ചു പെൺകൊടി പോലും നിലകൊള്ളുന്നത് എന്ന സത്യം. ഈയിടെ ഹക്കീം ഉസ്താദ് പറയുണ്ടായി, ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ ആർജവം കണ്ടിട്ട് അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് പാശ്ചാത്യരായ ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് അത് പഠിച്ച് അത് പുൽകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന്. എന്താണ് ഇവരെ പ്രേരിപ്പിക്കുന്ന ഈ മാന്ത്രിക ശക്തിയെന്ന്. അറ്റുപോകുന്ന തെറിച്ചു പോകുന്ന ശിരസും കൈകാലുകളും മുടലുകളും കണ്ടുകൊണ്ട് ജീർണിച്ചു പോകാതെ മരവിച്ചു പോകാതെ മനഃശക്തിയുമായിട്ട് കഴിഞ്ഞുകൂടാൻ സാധിക്കുന്ന കൊച്ചു പൈതങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഇത്ര വലിയ ഉത്തേജനം നൽകുന്ന ആ മരുന്നെന്ത്, ആ മന്ത്രം എന്ത് ആലോചിക്കുകയാണ് അവർ. അത് വിശേഷപ്പെട്ട കാര്യമല്ലേ? റോഡ് സൈഡിൽ ബൈക്ക് ആക്സിഡന്റിൽ കിടക്കുന്ന മനുഷ്യനെ കാണാൻ പറ്റാഞ്ഞിട്ട് നെട്ടോട്ടം പായുന്ന മനുഷ്യന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഇതല്ല, ഇത് നിത്യക്കാഴ്ചയാണ്. ഇത് നിത്യക്കാഴ്ചയാണ്. കയ്യിലെടുത്ത് നോമ്പ് തുറക്കാൻ വേണ്ടി എടുത്ത കാരക്ക ചീന്ത് വായിലേക്ക് വെക്കാൻ സാവകാശം കിട്ടുമോ എന്നറിയാതെ ഓരോ നിമിഷവും
സംഭ്രമിച്ചു ജീവിക്കേണ്ടുന്ന ആ ഘട്ടത്തിലും അവർ ഇങ്ങനെ ആർജവത്തോടെ നിലകൊള്ളുന്നുവെങ്കിൽ, അതുകൊണ്ട് ഫലസ്തീനികൾ അങ്ങനെയും കൂടിയാണ് എന്ന് ഈ സന്ദർഭത്തിൽ അത് പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന പഴയ ഇൻതിഫാദയുടെ ചരിത്രങ്ങൾ ആരംഭിച്ചുകൊണ്ടും പുനരാരംഭിച്ചുകൊണ്ടും തുടർന്നുകൊണ്ടും ഇരിക്കുന്ന ആ സമൂഹം ലോക മനസാക്ഷിക്ക് മുമ്പിൽ ഒരു അത്ഭുത പ്രതിഭാസമാണ്. ഒരു നാൾ സലാഹുദ്ദീൻ എന്ന ചോദ്യത്തിന് ഉത്തരമാകുന്ന നാളിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ഒട്ടുമാർജവം വെടിയാതെ, ലോകത്തെ ഏറ്റവും വലിയ സായുധ ശക്തിക്ക് പോലും കീഴടക്കാൻ സാധിക്കാതെ ഒരു മനുഷ്യ വിഭാഗത്തിന്റെ ആത്മവീര്യത്തിന് നിലകൊള്ളാൻ സാധിക്കുന്നുവെങ്കിൽ അത് എക്കാലത്തെയും പാവപ്പെട്ടവർക്കുള്ള ഏറ്റവും വലിയ മകുടോദാഹരണവും ഊർജവുമാണ്. കൊടല് വിറക്കേണ്ടവരല്ല എന്ന ഊർജം, അടിപതറേണ്ടവരല്ല എന്ന ഊർജം, അനാവശ്യമായിട്ടുള്ള ദുരഹംകൃതികൾക്ക് മുമ്പിൽ ശിരസ് കുനിക്കേണ്ടവരല്ല എന്ന ഊർജം, ആ ഊർജം നമ്മൾ ആവേശമായിട്ട് ഉൾക്കൊള്ളണം. ഈമാനിനേക്കാൾ ശക്തമായ ഒരു ആയുധമില്ല, ഇഖ്ലാസിനേക്കാൾ വലിയ ഒരു കർമ്മ പദ്ധതിയുമില്ല. അതായിരുന്നു നമ്മളെ ഇത്രയും കാലം മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. ഈ വാഫി പ്രസ്ഥാനത്തിന്റെ നടുത്തളത്തിൽ നിന്ന് പറയട്ടെ, നമ്മളെ ഇത്രയും കാലം നിലനിർത്തിയതും മുന്നോട്ട് നയിച്ചിട്ടുള്ളതും ഇഖ്ലാസ് എന്ന ഒന്നാണ് എന്ന് ഉമ്മയുടെ അമ്മിഞ്ഞ കുടിക്കുന്ന പോലെ നുകർന്ന് അനുഭവിച്ച ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും. അതിനെ തകർക്കാൻ ഒന്നിനും സാധിക്കുകയില്ല. അത് കൈമോശം വരാത്തിടത്തോളം കാലം. മീൻ പൊരിച്ച് വിറ്റ് ജീവിച്ചിരുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നു. അതിലൂടെ നടന്നു പോകുന്ന ആളുകൾക്കും വഴിയാത്രക്കാർക്കൊക്കെ ആ മീനിന്റെ ഗന്ധം വണ്ടി സൈഡാക്കിയിട്ട് അത് തിന്നിട്ട് അവർ പോകുള്ളായിരുന്നു. പ്രചാരം കിട്ടിയപ്പോൾ 5 സ്റ്റാർ ഹോട്ടലുകൾ പോലും ഇവരെടുത്ത് ഓർഡർ ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾക്കും വേണം നിങ്ങളെ മീൻ, ഞങ്ങൾക്കും വേണം നിങ്ങളെ മീൻ. ഇവർ വെച്ചടി കയറി. അപ്പുറത്തോ ഇപ്പുറത്തുണ്ടായിരുന്ന മറ്റു മീൻ വ്യവസായികളെയൊക്കെ ഇത് ബാധിച്ചപ്പോൾ പിന്നെ അങ്ങനെയല്ലോ തോക്കെട് തുടങ്ങല്. മാത്രപ്പം അങ്ങനെ പോയാൽ പറ്റൂല, അതുകൊണ്ട് ഒന്ന് സ്വീപ്പാക്കണം എന്നൊരു ചിന്ത മനുഷ്യന്മാർക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവാറുണ്ട്. എല്ലാ കാര്യത്തിലും ഉണ്ടാവാറുണ്ട്, മത മേഖലയിൽ പോലും ഉണ്ടാവാറുണ്ട്. അത് അങ്ങനെ അങ്ങോട്ട് വിട്ടാൽ പറ്റൂല. അപ്പൊ ആ കൂട്ടത്തിൽ തോന്നി ഇവർക്കും പോലപ്പോ അങ്ങനെ വിട്ടാൽ പറ്റൂല. അതിനെന്താ അവർ ചെയ്ത്, അവരുടെ പാക്ക് പോലത്തെ പാക്കുകൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് മായം ചേർത്തുകൊണ്ട് പരാതിക്ക് പോയി ഉപഭോക്തൃ കോടതിയിൽ. ഇത് ശരിയല്ല, പരിശോധിച്ചപ്പോൾ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും അവരെ കമ്പനി പൂട്ടി. ഇവർ അറസ്റ്റിലായി. കേസ് നടത്തി അന്നോളം സമ്പാദിച്ചതെല്ലാം മുടിഞ്ഞുപോയി. ഭാര്യയും ഭർത്താവും കൂടി ജയിൽ മോചിതരായി. പടിയിറങ്ങി വരുന്ന നേരത്ത് ഭർത്താവ്, ഭാര്യയാണിത് ചുട്ടിരുന്ന ആളിട്ടോ, ഭർത്താവ് ഇനിയിപ്പോൾ എന്താടി നമ്മൾ ചെയ്യാം, മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ ഇനിയിപ്പോൾ എന്താടി നമ്മൾ ചെയ്യാം. അപ്പോൾ ഭർത്താവിൻ്റെ കൈ പിടിച്ച് ഭാര്യ വരൂ എന്ന് പറഞ്ഞു. ഇവർ വലിയ ധനാഢ്യരായി വലിയ കൊട്ടാരം പണിതപ്പോഴും അവർ ആദ്യം താമസിച്ചിരുന്ന ചെറ്റക്കുടിൽ ഒരു മ്യൂസിയം പോലെ ഒരു ഓർമ്മക്കായി അവർ സൂക്ഷിച്ചിരുന്നു. ഓർമ്മകൾ ഉണ്ടാകണമെന്നത് വലിയൊരു വിഷയമാണ്. പഴയ കാലത്തെക്കുറിച്ചും പഴയ അവസരങ്ങളെക്കുറിച്ചും അള്ളാഹു ഇല്ലായ്മയിൽ നിന്ന് നമ്മളെ കൊണ്ടുവന്നതിനെ കുറിച്ചൊക്കെ ഓർമ്മയിൽ ഉണ്ടാകണമെന്നതൊരു പ്രധാന വിഷയമാണ്. നിങ്ങളിങ്ങോട്ട് വരി എന്നും പറഞ്ഞിട്ട് കയ്യും പിടിച്ചു കൊണ്ടുപോയിട്ട് ആ പഴയ പെരൻ്റെ അടുത്ത് കൊണ്ടുപോയി. എന്നിട്ട് അതിൻ്റെ ഏറത്ത് തിരികെ വെച്ചിരുന്ന പഴയ ചട്ടകെടുത്ത്, ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇനിയും നമ്മൾ പൊരിക്കും, ഇനിയും നമ്മൾ തിരിച്ചു പിടിക്കും. നമ്മൾ ആ ചട്ടകത്തിന്റെ പേര് ഇഖ്ലാസ് നിയ്യത്ത്. എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് കരുതിയിട്ട്, എന്തെങ്കിലുമൊക്കെ പതക്കങ്ങൾ കിട്ടുമെന്ന് കരുതിയിട്ട്, ആരെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനിക്കുമെന്ന് കരുതിയിട്ട്, എന്തെങ്കിലുമൊക്കെ കാര്യലാഭം ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഒരുത്തനും ഇതുവരെ പണിയെടുത്തിട്ടില്ല, അള്ളാന്റെ വജുവിന് വേണ്ടിയിട്ടല്ലാതെ. ഇതിന്റെ പേരിൽ ആരുടെ കാര്യലാഭം ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ കാര്യലാഭങ്ങളൊന്നുമില്ലെങ്കിൽ ലക്ഷ്യങ്ങളും വേറൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കണം. അതാണ് ഇതിന്റെ ആകത്തുക. ആ ആകത്തുക കൈമോശം വരാതിരിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഇൻഷാ അല്ലാഹ്, ഹക്കീം ഉസ്താദ് എപ്പോഴും പറയുന്ന പോലെ ഈ ജ്യോതിർഗോളം അതിന്റെ ചംക്രമണം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു ഈ വെളിച്ചത്തെ പൂർത്തീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എത്രയോ ആളുകൾ ഇപ്പോഴും ആവേശത്തോട് കൂടിയിട്ട് നമ്മുടെ എൻട്രൻസ് എക്സാം എഴുതാനും അതിൽ കുട്ടികളെ ചേർക്കാനും അങ്ങനെ മക്കളെ കരപറ്റിക്കാനും ഇരുവീട്ടിലും കരപറ്റിക്കാനും സാധിക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്നു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാറ്റേണ്ടത് നമ്മളെ മനോഭാവമാണ്. നമ്മുടെ മനോഭാവം എന്ന് പറയാൻ കാരണം, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഫലസ്തീനികളുടെ കാര്യം, നമ്മുടെ രാജ്യത്തിന്റെ കാര്യം അതിലേറെ പരിതാപകരമാണ്. ആ വസ്തുത മനസ്സിലാക്കാതെ ലജ്ജാകരമായ വിധത്തിൽ
ഈ LP സ്കൂളിലെ കുട്ടികളെ മാതിരി ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് തോണ്ടാനും പിച്ചാനും അതിന്റെ പേരിൽ പരാതി പറയാനും നടക്കുകയാണ് നമ്മൾ കുറെ ആൾക്കാർ. ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് ഹോളോകാസ്റ്റ് എന്ന് പറയപ്പെട്ടിരുന്ന ഓർമ്മ ഉണ്ടാവുമല്ലോ, കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് ബസ്സിൽ ആൾക്കാരെ കൊണ്ടുപോവാണ്. എന്തിനാണ്? അൽഫാമും ഷവായും കൊടുക്കാനല്ലല്ലോ അവിടെ കൊണ്ടുവരുന്നത്, ഗ്യാസ് ചാമ്പറിലിട്ട് ചുട്ടുകൊല്ലാനാ കൊണ്ടുപോകുന്നത്. അങ്ങനെ ചുട്ടുകൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുന്ന ബസ്സിൽ കയറിയപ്പോ രണ്ടാൾക്കാർ തല്ല്. എന്തിന്? എനിക്ക് അരൂത്ത സീറ്റ് വേണമെന്ന് അറിയുക. കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് പോകുമ്പോൾ അരൂത്ത സീറ്റിന് വേണ്ടി തർക്കിച്ച ആളുകളുടെ മനോവ്യാപാരത്തിലാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കുറെ ആൾക്കാർ. നമ്മുടെ പ്രതിസന്ധി എന്താണെന്നറിയോ? നമുക്ക് രണ്ടു തരം പ്രതിസന്ധി ഉണ്ട്. ഫലസ്തീനികൾക്ക് ഒറ്റ പ്രതിസന്ധിയുള്ളൂ, അവരെ തടി കേടാവുന്നു എന്നുള്ള പ്രതിസന്ധി. നമ്മളെ പ്രതിസന്ധി രണ്ടാണ്. ഒന്ന്, കേന്ദ്രം നമ്മളെ തടി കേടാക്കിയേക്കും, സംസ്ഥാനം നമ്മുടെ ഈമാൻ കേടാക്കിയേക്കും. ഇതാണ് നമ്മുടെ പ്രതിസന്ധി. ലിബറലിസം കൊടുന്നു കയറി വരുമ്പോൾ, നിരീശ്വരവാദം കൊടുമ്പിരി കൊണ്ട പ്രചരണങ്ങളുമായിട്ട് വരുമ്പോൾ, കലാലയത്തിന്റെ കവാടങ്ങൾ പോലും കൗമാരത്തിന്റെ ഇക്ലി സുഖങ്ങൾക്ക് പിന്നാലെ പോകാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ ആത്മീയതയെയും നമ്മുടെ ഭൗതികതയെയും ഒരുപോലെ നശിപ്പിക്കുന്ന രണ്ട് ഭരണകൂടങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ വസ്തുതയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. പേടിയുണ്ടെങ്കിൽ പേടിണ്ടാണ്ടത് ആ കാര്യത്തിലാണ്. നമ്മുടെ പുതിയ തലമുറയുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തിലുള്ള പ്രവണതകളുമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ വസ്തുത, അതിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ അത്തരക്കാർക്ക് വീണ്ടും വീണ്ടും അവസരം കിട്ടുമ്പോൾ അതിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ സാധിക്കാതെ സൈഡ് സീറ്റിന് വേണ്ടി തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുരവസ്ഥയിൽ നിന്ന് മോചനം നേടാൻ റമദാന്റെ രാവുകളിൽ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഞങ്ങളെ ജനങ്ങൾക്കും സൽബുദ്ധി കൊടുക്കണേ നാഥ എന്ന്. അള്ളാഹു സൽബുദ്ധി കൊടുത്ത് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ സമീപിക്കുന്നു എന്നതാണ് പ്രധാനമായിട്ടുള്ള വിഷയം. ചില ആൾക്കാരൊക്കെ വിചാരിച്ചിരിക്കുകയാണ്, എന്താപ്പോ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടില്ലേ, ആരായാലപ്പം എന്താന്ന്. ഓരോരുത്തരുടെയും തനി ഗുണം പ്രകടമാകുന്നത് അവരുടെ ആധിപത്യം ശക്തി പ്രാപിക്കുന്നതിനനുസരിച്ചാണ്. ആദ്യത്തെ ഒന്നാം മോദി സർക്കാരിന്റെ സ്വഭാവമല്ല ഇപ്പോഴത്തെ മോദി സർക്കാരിനുള്ളത്. ഇനിയും വന്നാൽ അതിന്റെ സ്വഭാവം ഇനിയും മാറും. ആധിപത്യം വരുന്നതിനനുസരിച്ചും ശക്തി പ്രാപിക്കുന്നതിനനുസരിച്ചും രക്ഷപ്പെടാനുള്ള എല്ലാ ഓട്ടപ്പഴുതുകളും അടച്ച ശേഷം അവരൊരു കോൺസെൻട്രേഷൻ ക്യാമ്പും ഗ്യാസ് ചാമ്പറും ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുന്നത് മറ്റൊരു രീതിയിലായിരിക്കും. ഇത് നമ്മളല്ലെങ്കിൽ പിന്നെ ആരാ പറയാ? ഇത് ഇവിടെ അല്ലെങ്കിൽ പിന്നെ എവിടെയാ പറയാ? അതുകൊണ്ട് സഗൗരവം സമീപിക്കേണ്ടുന്ന, ഞാൻ ഇലക്ഷനെ കുറിച്ചും കൂടി പറഞ്ഞു പോവുകയാണ്. സഗൗരവം സമീപിക്കേണ്ടുന്ന ഇലക്ഷൻ തന്നെയാണ് വരുന്നത്. പിന്നെ ഇലക്ഷൻ മൂല്യന്മാർക്ക് പറഞ്ഞിട്ടില്ലേ? എല്ലാ മൂല്യന്മാരും പോകാറുണ്ട് വോട്ട് ചെയ്യാൻ. അപ്പോൾ ഇലക്ഷൻ മൂല്യന്മാർക്കും പറഞ്ഞിട്ടുള്ളതാണ്. രാഷ്ട്രീയ മൂല്യന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണോ എന്നുള്ളത്. രാഷ്ട്രഭരണം ഏറ്റെടുത്ത് ഖിലാഫത്തിന്റെ കാലഘട്ടത്തെ പഠിച്ച നമുക്ക് അതിന് വേറെ ഉത്തരം തേടി പോകേണ്ട ആവശ്യമില്ല. സ്വസ്ഥമായ നീതിപൂർണമായ ഭരണം കാഴ്ചവെക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുക എന്നത് മനുഷ്യ സ്നേഹമുള്ള ഓരോ മുസ്ലിമിന്റെയും ഉത്തരവാദിത്വമാണ് എങ്കിൽ അതിനുവേണ്ടി പണിയെടുക്കുക എന്നത് സ്വാഭാവികമായിട്ടും അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അതിനെ നമ്മൾ അങ്ങനെ തന്നെ കാണേണ്ടതുണ്ട്. അപ്പൊ ചില്ലറ ആനുകൂല്യങ്ങൾ ഞാൻ പറയട്ടെ, ഒറ്റക്കാര്യം മാത്രം ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളൊക്കെ ഹക്കീം ഉസ്താദിനെ കേൾക്കാൻ നിൽക്കുകയാണ്. ഒറ്റക്കാര്യം പറയട്ടെ, നിങ്ങൾ മതക്കാർക്കിടയിൽ പാർക്കുമ്പോൾ കമ്മ്യൂണിസത്തിന്റെ പേരിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരുപാട് കൃതികളിൽ ദി ABC ഓഫ് കമ്മ്യൂണിസം എന്ന പുസ്തകം കിട്ടിയാൽ വായിച്ചു നോക്കുക. അതിൽ പ്രധാനമായിട്ട് കൊടുക്കുന്ന ഒരു നിർദ്ദേശം തന്നറിയോ? നിങ്ങൾ മതക്കാർക്കിടയിൽ, എന്നോട് നിങ്ങൾ പറയാൻ പറയുന്നത് പ്രതിസന്ധികളെ കുറിച്ചിട്ടല്ലേ, നേരിടുന്ന ഈമാനികമായ പ്രതിസന്ധിയെ കുറിച്ച് പരാമർശിക്കാതെ പോകാൻ വയ്യാത്തത് കൊണ്ട് പറയാണ്. നിങ്ങൾ മതക്കാർക്കിടയിൽ ജീവിക്കുമ്പോൾ മതത്തിൻ്റെതായ ആചാരാനുഷ്ഠാന കാര്യങ്ങളിൽ അവരെക്കാൾ മുന്തിയ രീതിയിൽ നിങ്ങൾ പങ്കെടുക്കണം. എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിൽ മാല മൗലിദ് പാട്ടുകൾ പാടാൻ നിങ്ങൾ മുമ്പ് തന്നെ ഉണ്ടാവണം. എന്തിന്? ഇത് നമുക്കും പറ്റുമെന്ന് അവരെ തോന്നിപ്പിക്കാൻ. അവരെ പാട്ടിന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 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 നമുക്ക് നമ്മുടെ കാര്യങ്ങൾ, അതവരുടെ അജണ്ടയാണ്. അത്തരത്തിലുള്ള മാല മൗലിദ് പാട്ടുകൾ സ്റ്റേജുകളിൽ നിന്ന് പാടിക്കേക്കുന്ന സന്ദർഭത്തിൽ തോന്നും ഇതുകൊണ്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇതിപ്പോ നമ്മളെ ആൾക്കാരല്ലേന്ന്. പഠിക്കാതെ പറയല്ലേ, പഠിക്കാതെ പറഞ്ഞു ജനങ്ങളെ പറ്റിക്കല്ലേ. അത് വാണിരുന്ന കാലഘട്ടത്തേക്ക് നിങ്ങൾ തിരിച്ചു പോകുക, ബുഖാറയുടെ കഥകൾ പഠിച്ചു നോക്കുക. അപ്പൊ മനസ്സിലാകും എന്താണ് ഈ സാധനമെന്ന്. കമ്മ്യൂണിസത്തിന്റെ മുഖ്യ ശത്രു മതമാണ് എന്ന വസ്തുത അവർ തന്നെ പറയുമ്പോ അങ്ങനെയൊന്നും ഉണ്ടാവൂല. അങ്ങനെ ലഘൂകരിക്കാൻ നമുക്ക് എന്ത് ന്യായം?
നെല്ലുഭരണി എന്ന കെണിയിൽപ്പെട്ട എലിയുടെ അവസ്ഥയാണ് അവർക്ക്. ഒരു എലി ഇങ്ങനെ വന്നപ്പോ ഒരു നെല്ലുഭരണി കണ്ടു, സുഖായി, നേരെ ഭരണിയൊക്കെ കയറി തിന്നു. പോയില്ല, കാരണം ഇനിയും തിന്ന അവിടെ തന്നെ ഉണ്ട്. പിന്നെയും തിന്നു, പോയില്ല, കാരണം ഇനിയും തിന്ന അവിടെ തന്നെ ഉണ്ട്. തിന്നതിനനുസരിച്ച് ഭരണി ഇങ്ങനെ താന്ന് പോയി. അവസാനത്തെ മണി തിന്നും കഴിഞ്ഞു. മേപ്പെട്ട് നോക്കിയപ്പോൾ വലിയ ഭരണിയിലാണ്, കയറാൻ ഒരു പാകമില്ല. ഇത്തിരി നെല്ല് കാണുമ്പോൾ എലി കണ്ട് പെട്ട പോലെ പെടുന്ന അവസ്ഥയിലാണ് നമ്മളുള്ളത്. അവസാനത്തേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാകും. അതുവരെ കാത്തിരിക്കാൻ ബുദ്ധിമാന്മാർക്ക് സാധ്യമല്ല എന്ന ഒരു വസ്തുത നമ്മൾ തിരിച്ചറിയണം. ആ ഒരു വിവേകം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്, അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, അത് പ്രബോധനത്തിന്റെ ഭാഗമാണ്. ഉമ്മത്തിന്റെ അന്തസ്, നഹ്നു ഖൗമുൻ അസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാം എന്ന ഇസ്സത്തിനെ കാത്തുസൂക്ഷിക്കാൻ പാകത്തിന് ഈ കേരളത്തിന്റെ ഐശ്വര്യപൂർണമായിട്ടുള്ള, ഇന്ത്യയുടെയും ഐശ്വര്യപൂർണമായിട്ടുള്ള മതേതരത്വത്തിന്റെയും ഭാരതീയതയുടെയും മാനവികതയുടെയും ഒക്കെ പ്രഘോഷണങ്ങൾ ഉദ്ഘോഷിക്കാൻ സാധിക്കുമാറ് വിധത്തിൽ സ്വച്ഛന്തമായി ഇത് നിലകൊള്ളണം. എല്ലാ വോട്ടിനും നമ്മൾ പോകുമ്പോൾ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇവർ ഭരിക്കണോ അവർ ഭരിക്കണോ എന്നായിരുന്നു തീരുമാനിക്കപ്പെട്ടിരുന്നത്. ഇനി നമ്മൾ വോട്ടിന് പോകുമ്പോൾ തീരുമാനിക്കാമെന്നതല്ല, ഇന്ത്യൻ ഭരണഘടന വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കാനുള്ള വോട്ടാണ്. അത് തമ്മിൽ മാറ്റുണ്ട്. ഭരണഘടന പോലും മാറ്റി തിരുത്തപ്പെട്ടേക്കാവുന്ന ഗവൺമെന്റുകൾ ഭരണത്തിന് കാത്തു നിൽക്കുമ്പോൾ നമ്മളുടെ വോട്ട് ഏത് വിധത്തിലായിരിക്കണമെന്ന് സഗൗരവം ആലോചിക്കണം. ആ ഗൗരവം ആലോചിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. അതിൽ നമ്മൾ ബാധ്യത നിർവഹിക്കാതിരുന്നാൽ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. ഈമാനികമായി തന്നെ മറുപടി പറയേണ്ടി വരും. അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രതിസന്ധി മാറിയിട്ട് പരിഹാരങ്ങൾ ഉണ്ടാക്കാമെന്ന് ആരും വിചാരിക്കണ്ട. പ്രതിസന്ധികൾക്ക് പരിഹാരങ്ങൾ ഉണ്ടാക്കിയിട്ട് വിജയങ്ങൾ കെട്ടിപ്പടുക്കുക എന്നത് തന്നെയാണ് എല്ലാ കാലവും. ആശ്വാസകരമായ സമാധാനപൂർണമായിട്ടുള്ള പ്രബോധനത്തിൻ്റെതായ മേഖലകൾ ഉണ്ടായി കിട്ടുമെന്ന് ആരും ഒരു കാലത്തും പ്രതീക്ഷിക്കണ്ട. അത് ആദ്യം മുതൽ, ഈ പരിശുദ്ധ മനുഷ്യകുലത്തിന്റെ ആദ്യം മുതൽ ഇന്നേ വരെ പ്രതിസന്ധികളാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അഗ്നി പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട കഥ പഠിച്ചവരാണ് നാം. മൂസാ നബി അലൈഹിസ്സലാം ചെങ്കടലിന്റെ മുമ്പിലും ഫറോവയുടെ മുമ്പിലും നിന്ന കഥകൾ പഠിച്ചവരാണ് നാം. നൂഹ് നബി അലൈഹിസ്സലാം പ്രളയത്തിലൂടെ ജനങ്ങളെ കരകയറ്റാൻ ശ്രമിച്ചതിന്റെ പ്രതിസന്ധി കഥകൾ പഠിച്ചവരാണ് നാം. പ്രവാചകന്മാർ ഓരോരുത്തരുടെയും കഥ നോക്കുമ്പോൾ അങ്ങനെയാണ്. കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഇസ്മായിൽ നബി അലൈഹിസ്സലാം ദാഹിച്ചു വരണ്ടതിന്റെ പ്രതിസന്ധി പഠിച്ചവരാണ് നാം. പക്ഷേ ഈ പ്രതിസന്ധികൾക്ക് മുമ്പിലൊക്കെ ശാരീരിക പ്രതിസന്ധി, മാനസിക പ്രതിസന്ധി, സാമൂഹിക പ്രതിസന്ധി, കർമ്മമണ്ഡലത്തിലെ പ്രതിസന്ധി, ഓരോരുത്തർക്കും ഓരോ വിധത്തിലെ പ്രതിസന്ധികളായിരുന്നു. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം ശാരീരിക പ്രതിസന്ധി അനുഭവിച്ച ആളാണ്. ആരാ പരീക്ഷിക്കപ്പെടാത്തവര്? ആരാ പ്രതിസന്ധി നേരിടാത്തവര്? പക്ഷേ യൂസുഫ് നബി അലൈഹിസ്സലാം സ്വന്തം സഹോദരന്മാരാൽ പോലും പരീക്ഷിക്കപ്പെട്ടയാളാണ്. അവർ കൊണ്ടുപോയത് കിണറ്റിലിടാനല്ലല്ലോ, കൊല്ലാനല്ലായിരുന്നു. സ്വന്തം സഹോദരനോട് സ്വന്തം പിതാവിനുള്ള സ്നേഹത്താൽ അസൂയ മൂത്തിട്ട് കൊല്ലാൻ കൊണ്ടുപോയതല്ലായിരുന്നോ? പിന്നീടുണ്ടായ അഭിപ്രായ വ്യത്യാസമാണല്ലോ. നമുക്ക് കിണറ്റിലിട്ടാൽ മതി, ആരെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ എന്നുള്ളിടത്തേക്ക് എത്തിയത്. ഇബ്രാഹിമുമാർ അഗ്നികുണ്ഡത്തിൽ വീഴുമ്പോ തണുത്ത തീ എന്ന അത്ഭുത വിസ്മയത്തെ കാണിക്കാൻ അള്ളാഹു കൂടെയുണ്ടാകും. അവൻ എന്നെ ഓർത്താൽ ഞാൻ അവന്റെ കൂടെയുണ്ട്. മനസ്സിലോർത്താൽ എന്റെ മനസ്സിൽ ഞാൻ അവനെ ഓർക്കും. അതിനേക്കാൾ മെച്ചമായിടത്ത് ഞാൻ ഓർക്കും. അവൻ എന്നോട് ഒരു ചാണെടുത്താൽ ഒരു മുഴമെടുക്കും, മുഴമെടുത്താൽ ഒരു വാഴെടുക്കും, നടന്നെടുത്താൽ ഞാൻ ഓടിയെടുക്കും എന്ന് പറയുന്ന നാഥൻ അഗ്നികുണ്ഡത്തിലും ഉണ്ടായിരുന്നു കൂടെ. തണുത്ത തീയായിട്ട് ലോകത്തെ ഏതെങ്കിലും ചരിത്രത്തിന് ഇത്തരം ഒരു പദപ്രയോഗം നടത്താൻ സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ? തണുത്ത തീ. നാറു കൂനി ബർദ, ഖുൽ യാ നാറു കൂനി ബർദ വസലാമ. തീ പോലും സംരക്ഷണത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും കവചമായി മാറുന്ന ദിവ്യാത്ഭുതങ്ങൾ കണ്ട ചരിത്രം പറയാനുള്ള മതമാണ് നമ്മുടെ മതം. അതുകൊണ്ട് പ്രതിസന്ധികൾ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമേ അല്ല.
യൂസുഫ് നബി വീണത് പൊട്ടക്കിണറ്റിലാണെങ്കിൽ അത് അസീസ് രാജാവിന്റെ കൊട്ടാരത്തിലേക്കും പിന്നീട് രാജാധികാരത്തിലേക്കുമുള്ള പടവുകളായിരുന്നുവെന്ന് ആർക്കാണ് അറിയാത്തത്? നമ്മൾ വളരും തോറും നമ്മുടെ പ്രതിസന്ധിയും വളരും. അന്ന് നമുക്ക് ചോക്കായിരുന്നു പ്രതിസന്ധി, ഒരു ചോക്കക്കണ്ടം, അത് ചെറിയ പ്രതിസന്ധിയായിരുന്നു. അന്ന് നമ്മൾ ചെറിയ കൂട്ടരായിരുന്നു. ഇപ്പൊ അല്ല പ്രതിസന്ധി. പണ്ട് ഇങ്ങനെ സൈറ്റിൽ ഒരാളിങ്ങനെ എഴുതിയപ്പോൾ സംഘാടകർ പറഞ്ഞത്രേ, വെള്ളിയാഴ്ചയൊക്കെ സൈറ്റിലിടൂല, നമുക്ക് സംഘടനകൾക്ക് സൈറ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിലിങ്ങനെ ഓരോരോ വാക്കുകൾ ഇങ്ങനെ എഴുതി, ഒരു വാചകങ്ങളൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ. അപ്പോൾ ഉസ്താദ് ഒരു വാക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ലാളിത്യത്തിൻ്റെ ഒരു വാക്കാണ് പറഞ്ഞെടുത്ത്. അപ്പോൾ സംഘാടകർ ഒരു സ്ട്രോങ് പോരാണ്. അപ്പോൾ ഉസ്താദ് പറഞ്ഞെടുത്തു, നിങ്ങളൊരു കാര്യം ചെയ്താളി, അതിമ കൊണ്ടുപോയി ഇരുമ്പൊൽക്കാന്ന് എഴുതിച്ചാളി, നല്ല ഉറപ്പുണ്ടാവുന്നു. നമ്മൾ ഇത്രയും മനസ്സിലാക്കണം. അന്നൊരു ചോക്ക പ്രശ്നം, ഇന്നൊരു ഇരുമ്പൊൽക്ക പ്രശ്നം. അത് നമ്മൾ മെച്ചപ്പെട്ടൊന്നിൻ്റെ അടയാളമായിട്ട് മാത്രമേ എടുക്കാനുള്ളൂ, അല്ല അപ്പുറത്തേക്കൊന്നും വിചാരിക്കണ്ട. കാരണം അള്ളാഹുവിനോട് അടുത്ത ആളുകളെ അള്ളാഹു കൂടുതൽ പരീക്ഷിക്കുന്നല്ലേ. ആ പരീക്ഷണം കൂടുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അടുപ്പം കൂടിയിരിക്കണമെന്ന് മനസ്സിലാക്കുക. അള്ളാഹു നമ്മളെ അടുത്തവരാക്കി മാറ്റട്ടെ, മുഖർറബങ്ങളാക്കി മാറ്റട്ടെ. ഈമാനും ഇസ്ലാമും എമ്പാടും തന്ന് അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മളെ മുമ്പിൽ ഇത്രയേ മനസ്സിലാക്കാനുള്ളൂ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ പറയുന്നു കേരളം അങ്ങനെ, ഇന്ത്യ ഇങ്ങനെ, ഫലസ്തീൻ അങ്ങനെ, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്, പിണറായി വിജയന്റെ ഗവൺമെന്റ്, ഫലസ്തീനിൽ നെതന്യാഹു എന്നൊക്കെ പറയുന്നു. അതിനിടയിൽ നമ്മളൊരു കാര്യം മറന്നുകൊണ്ട്, അള്ളാന്റെ ഭൂമി, ഇന്ത്യയല്ല, പാകിസ്ഥാനല്ല, ഫലസ്തീനല്ല, അള്ളാന്റെ ഭൂമി. ഹുവ അലയ്യ ഹയ്യിൻ, ഹുവ അലയ്യ ഹയ്യിൻ. അമ്മക്കതൊക്കെ എളുപ്പാ. മൻ സറഹു അൻ യകൂന അഖ്വന്നാസ് ഫല്യതവക്കൽ അലല്ലാഹ്. മൻ സറഹു അൻ യകൂന അഖ്വന്നാസ് ഫല്യതവക്കൽ അലല്ലാഹ്. ആർക്കെങ്കിലും ശക്തനാവാൻ, ജനങ്ങളിൽ ഏറ്റവും വലിയ കരുത്തനാവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫല്യതവക്കൽ അലല്ലാഹ്, അവൻ അല്ലാഹുവിൽ തവക്കുലാക്കട്ടെ. അതിലപ്പുറം എന്താ നമുക്ക് വേണ്ടത്? അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് പറയുന്ന അള്ളാഹു എപ്പോഴും ഉണ്ടെങ്കിൽ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി എന്ന വാക്കിന് പോലും അർത്ഥമില്ലാതായി പോകുന്ന ഒരവസ്ഥയാണുള്ളത്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഖാദിസിയ കീഴടക്കാൻ പോകുന്ന സമയത്ത് കൊട്ടാരത്തിൽ ചെന്നുകൊണ്ട് റബീഉ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു നടത്തുന്ന പ്രഭാഷണങ്ങളെ കുറിച്ച് നമുക്കറിയാം. അങ്ങനെ യസ്ദജിർദ് എന്ന് പറയുന്ന ചക്രവർത്തിയുടെ മുമ്പിൽ ആക്രോശിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് തിരിച്ചു പോരാൻ നേരത്ത് തന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തിയ ഇവരെ ഇങ്ങനെ വിട്ടുകൂടാ എന്ന് കരുതിയിട്ട് യസ്ദജിർദ് ചെയ്യുന്ന ഒരു ആഹ്വാനമുണ്ട്. എന്താ അറിയോ? അവിടുത്തെ കൊട്ടാര കിങ്കരന്മാരോട് പറഞ്ഞു, ഒരു കൊട്ട മണ്ണ് കോരി വാ, ഒരു കൊട്ട മണ്ണ് കൊണ്ടുവാ. മണ്ണെന്തിനാ കൊണ്ടുവരാൻ പറയുന്നറിയോ? എന്നിട്ട് ചോദിച്ചു, ആരാ നിങ്ങളുടെ നേതാവ്? റബീഉ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു അതുവരെ സംസാരിച്ചതെങ്കിലും ആസിം ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനാണ് നേതാവ്. എന്നാ നേതാവ് ഇങ്ങോട്ട് വാ. നേതാവിന്റെ തലയിൽ പരിഹാസത്തിന്റെ മൺകൊട്ട കൊടുത്തു. പോ, നീ പോ എന്ന് പറഞ്ഞിട്ട് തിരിച്ചയച്ചു. ഞങ്ങളും ദൂതന്മാരെ കൊല്ലുക എന്നത് നമ്മുടെ നാട്ടിലെ പതിവല്ലാത്തത് കൊണ്ടല്ലെങ്കിൽ ഞാൻ നിങ്ങളെ മുഴുവനും ശിരച്ഛേദം ചെയ്യുമായിരുന്നു എന്നാണ് യസ്ദജിർദ് അവിടുന്ന് ഭീഷണി മുഴക്കിയത്. എന്നിട്ടാണ് ഈ മൺകൊട്ട, മണ്ണ് ചുമന്ന് പോടാ എന്ന് പറഞ്ഞ് ആട്ടിവിടുന്നത്. ഈ മണ്ണും ചുമന്നുകൊണ്ട് കൊട്ട സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വരെ ഇവർ പോയി. മണ്ണും ചുമന്ന് വരുന്നത് കണ്ടപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പേർഷ്യ നാം കീഴടക്കി, പേർഷ്യയുടെ മണ്ണായി വരുന്നത് പേർഷ്യ നാം കീഴടക്കി എന്ന്. ഈ വർത്താനം അതിന് മുമ്പ് വേറൊരാൾ പറഞ്ഞത് നമുക്ക് ഓർമ്മയില്ലേ? മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കന്തക്കിന്റെ കിടങ്ങ് കീറുമ്പോ പട്ടിണിപ്പാവങ്ങൾ ശത്രു വരുമെന്ന് ഭയന്നുകൊണ്ട് അവരുടെ വരവിനെ തടുക്കാൻ കിടങ്ങ് കീറുമ്പോ പൊട്ടാത്ത പാറ കണ്ടപ്പോ റസൂലെ പൊട്ടുന്നില്ലല്ലെന്ന് പരാതി പറഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ വന്ന് ആഞ്ഞു വെട്ടിയപ്പോ അഗ്നിസ്ഫുലിംഗം പറന്നപ്പോ നാം പേർഷ്യ കീഴടക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഹ്വാനം ചെയ്തപ്പോ ഞാൻ അവിടുത്തെ വെള്ളക്കൊട്ടാരം കാണുന്നുവെന്ന് പട്ടിണിപ്പാവങ്ങൾ ശത്രുവിനെ പേടിച്ച് കിടങ്ങ് കീറി രക്ഷപ്പെടാൻ നോക്കുമ്പോഴാ ഈ വലിയ പ്രഖ്യാപനം നടത്തുന്നത്. റസൂലുള്ളാഹിക്ക് കാലശേഷം ഇതാ പുലരുകയാണ്. മൺകൊട്ടയുമായി വരുമ്പോ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാം പേർഷ്യ കീഴടക്കി. അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആഹ്വാനം നടത്തിയത് കേട്ടിട്ട് അന്നത്തെ ശത്രുക്കൾ പറഞ്ഞൊരു വാക്കുണ്ട്,
അന്നം തിന്നാൻ ഗതിയില്ലാത്ത ആളുകൾ ശത്രുവിനെ പേടിച്ചിട്ട് കിടങ്ങ് കീറിയിട്ട് രക്ഷപ്പെടാൻ നോക്കുകയാണ്, ഒളിച്ചോടാൻ നോക്കുകയാണ്. അവര് പേർഷ്യ കീഴടക്കത്രേ ഈ പട്ടിണിക്കോലങ്ങൾ എന്ന് പറഞ്ഞ് പരിഹസിച്ചിരുന്നു. ആ പരിഹാസം എന്ന പ്രതിസന്ധിക്ക് മറുപടിയായിരുന്നു ഒരൊറ്റ യുദ്ധവും തോൽക്കാതെ. അതാണ് അവിടുത്തെ ചരിത്രം. ഒറ്റ യുദ്ധവും തോൽക്കാതെ മുഴുവനും വശപ്പെടുത്തി കഴിഞ്ഞു. കൂടെ അള്ളാഹു ഉണ്ട് എന്നറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിലെ ഓരോരോ ദശാസന്ധികളും നമുക്ക് വലിയ വലിയ പാഠങ്ങളാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയിലാണ്. ഒറ്റ കാര്യം, ഈ വരുന്ന എൻട്രൻസ് എക്സാമിന് നമ്മുടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ മുഴുവനും ഉത്സാഹത്തോടു കൂടി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളും കൂടെ ഉണ്ടാവണം. ഇതിൻ്റെ സന്ദേശം എല്ലാവരിലേക്കും എത്തണം. നമ്മളെ ബന്ധുജനങ്ങളിൽ നിന്നും അയൽക്കൂട്ടങ്ങളിൽ നിന്നും ആളുകൾ കൂട്ടത്തോടെ എക്സാമിലേക്ക് എഴുതി വരണം. സമാധാനത്തോടെ സ്വച്ഛന്തമായിട്ട് പരിശുദ്ധ ദീനിനെ മനസ്സിലാക്കാനും അവരുടെ കരിയറിന് ഭംഗം വരാത്ത വിദ്യാഭ്യാസം നുകരാനും ക്വാളിറ്റി എഡ്യൂക്കേഷൻ ലഭ്യമാക്കാനും കിട്ടുന്ന ഈ സുവർണാവസരത്തെ ഏതെങ്കിലും തരത്തിലുള്ള പ്രചരണത്തിൻ്റെ പേരിൽ നമ്മുടെ പുതിയ തലമുറക്ക് നഷ്ടപ്പെട്ടുകൂടാ എന്ന് നമ്മൾ തീരുമാനിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു നല്ല കാലം വരും ഇൻഷാ അല്ലാഹ്. വീണ്ടും ഒരു നാൾ വരും എന്ന് പറഞ്ഞൊരു കവിത വെച്ചിട്ടുണ്ട്. വീണ്ടും ഒരു നാൾ വരും എൻ്റെ ചുടലപ്പറമ്പിനെ തുടതുള്ളും ഈ സ്വാർത്ഥ സിംഹാസനങ്ങളെ കടലെടുക്കും. പിന്നെ ഇഴയുന്ന ജീവന്റെ അഴലിൽ നിന്നും ആത്മാക്കൾ ഇഴചേർന്നൊരു അദ്വൈത പത്മമുണ്ടായി വരും. അതിനുള്ളിലെൻ്റെ താരസ്വരത്തിൻ പരാഗങ്ങൾ അണുരൂപമാർന്നടയിരിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു വിശ്വസ്വയം പ്രഭാ പടലമീ മണ്ണിൽ പരക്കും എന്ന് പറഞ്ഞിട്ട കവിത സമയം കളയാത്തിരിക്കാൻ വേണ്ടി സ്കിപ്പ് ചെയ്തത്. ഒരു വിശ്വസ്വയം പ്രഭാ പടലമീ മണ്ണിൽ പരക്കും. മഹ്ദി ഇമാമിനെ കാത്തിരിക്കുന്ന സമൂഹം 6-ാം നൂറ്റാണ്ടിൻ്റെ യാതൊരു വിധത്തിലുമുള്ള പ്രതീക്ഷയില്ലാത്ത കരിമ്പടം കൊണ്ട്, തിന്മയുടെ കരിമ്പടം കൊണ്ട് മൂടപ്പെട്ട കാലത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊളുത്തിവെച്ച ഈ ദീപശിഖക്ക് ലോകത്തേക്ക് വ്യാപിക്കാൻ സാധിച്ചുവെങ്കിൽ അടിവരയിട്ട് മനസ്സിലാക്കുക, യാതൊരു പ്രതീക്ഷയുമില്ലാത്ത വിധത്തിലെ ജസീറത്തുൽ അറബിന്റെ ആ കറുത്ത സാഹചര്യം, അവിടെ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിന്റെ ദിവ്യ ശിഖ കൊളുത്തിവെച്ച് നമ്മുടെ മുമ്പിൽ പരിശുദ്ധ ദീനിന്റെ മുഴുവൻ പൊരുളുകളും കൈമാറി തന്ന് ഒരു കാര്യം പറഞ്ഞു, അവസാന നാൾ മഹ്ദി ഇമാം വരുമെന്ന്. മഹ്ദി ഇമാം വരുന്ന സാഹചര്യത്തിൽ പ്രതീക്ഷ എന്താ? ആരുമുണ്ടാകാത്ത സാഹചര്യം. ദുനിയാവിൽ ഇസ്ലാം അങ്ങേയറ്റം പ്രതിസന്ധിയിലാകുന്ന സാഹചര്യം. ആ പ്രതിസന്ധിയുടെ മുഹൂർത്തത്തിൽ കഅബ ഷരീഫിന്റെ പരിസരത്ത് മഹ്ദി ഇമാം ഇരിക്കുമ്പോ അന്നത്തെ അബുദാലുകൾ വന്നിട്ട് പറയത്രേ, നിങ്ങൾ രംഗത്തിറങ്ങണമെന്ന്. എന്തൊരു കൗതുകാണ് ഇത് ആലോചിച്ച് നോക്കിയാല്. നിങ്ങൾ ഇറങ്ങണമെന്ന് പറയുമ്പോൾ മഹ്ദി ഇമാം പറയത്രേ, ഞാനോ? അഥവാ മഹ്ദി ഇമാമിന് പോലും അറിയില്ല അദ്ദേഹമാണ് മഹ്ദി എന്ന്. ഞാനൊരു സാധുവല്ലേ, എന്താ എന്നോട് രംഗത്തിറങ്ങാൻ പറഞ്ഞു? എന്നോട് നേതൃത്വം ഏറ്റെടുക്കാൻ എന്താ നിങ്ങൾ പറയാൻ? എന്നെ കൊണ്ടാവൂലല്ലോ എന്ന് പറഞ്ഞ് മടിച്ച് പിന്മാറാൻ നിൽക്കുമ്പോൾ എല്ലാവരും കൂടി നിർബന്ധിച്ച് ഇറക്കുന്നതാണ്. ഞാനാണ് മഹ്ദി എന്ന് പോലും അറിയാത്ത ഒരു സാധുവായി സ്വയം സങ്കല്പിച്ച ഒരാളിലൂടെ ആരാരും സഹായിക്കാനില്ലാത്ത ഇസ്ലാമിന്റെ അവസാന കാലഘട്ടത്തിൽ വിപ്ലവം സൃഷ്ടിക്കാൻ അള്ളാഹു നിയോഗിച്ചയക്കുമെന്ന് പറഞ്ഞാൽ അന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ സാധ്യമായത് ഇവിടെ മഹ്ദി ഇമാമിലൂടെ സാധ്യമാകുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിനിടയിലുള്ള കാലഘട്ടത്തിൽ നമ്മൾ തുനിയുമ്പോൾ നമുക്കും പല സാധ്യതകളുണ്ട് എന്നാണ്. ആ സാധ്യതകൾക്ക് വേണ്ടി നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. അള്ളാഹു സഹായിക്കട്ടെ. പോകുമ്പോഴും മറക്കാതിരിക്കുക, എൻട്രൻസ് ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുക. അതുവഴി നമുക്ക് പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ സാധിക്കും എന്നതും നമ്മൾ തിരിച്ചറിയുക. എൻട്രൻസ് പല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. അത് മറക്കാതെ നിങ്ങൾ വലിയ ഒരു നിശ്ചയമായിട്ട് തീരുമാനമായിട്ട് നിയ്യത്തായിട്ടൊരു നേർച്ചയായിട്ട് ഏറ്റെടുത്ത് അതിനെ വിജയിപ്പിക്കാനുള്ള പണി നടത്തണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.